ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശൃംഗാരൂപിണി ശ്രീ പാർവതി ഈ പാട്ട് നമുക്ക് കേൾക്കണ്ടേ? കേക്കണം, നല്ല സുഖമുണ്ട് കേൾക്കാൻ. ശരിക്കും ബ്യൂട്ടിഫുൾ ഒരു സോങ് ആണ് കേട്ടോ. ഓക്കെ, ദേവര മാസ്റ്റർ ആണ് മ്യൂസിക് അതെ അല്ലേ? ദേവര മാസ്റ്റർ റൗണ്ടിൽ നമുക്ക് ഈ പാട്ടിന് വേണ്ടിട്ട് നമുക്ക് ആരെ വിളിക്കാം? നമ്മുടെ വലിയ എസ്തർ കുട്ടീനെ വിളിക്കാം. ഓക്കെ, ലെറ്റ്സ് വെൽക്കം എസ്തർ റോസ് പ്രവീൺ ഓൺ സ്റ്റേജ്. പാട്ട് ഞാൻ പാടി കേൾപ്പിക്കായിരുന്നു നമ്മുടെ മീനുകുട്ടിക്ക് കേട്ടോ. മീനുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ട്യൂൺ. ദേവര മാസ്റ്ററുടെ അല്ലേ? അത് ട്യൂൺ എങ്ങനെയായിരുന്നു? ശൃംഗാരൂപിണി ശ്രീ പാർവതി സഖിമാരുമൊരുമിച്ച് പള്ളി നിരാട്ടിന് ധനുമാസ പൊയ്കയിലിറങ്ങി. ഒരു നാൾ ധനുമാസ പൊയ്കയിലിറങ്ങി. അപ്പൊ ഞാൻ പൊട്ടന. പക്ഷെ MJ പാടിയത് നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. അതൊരു പ്രത്യേക സുഖം. നല്ലൊരു ഭയങ്കര ട്രഡീഷണൽ വൈബ് ഉണ്ടായിരുന്നു. എന്നെ ഇതുപോലെ ചെവിയിൽ പക്ഷെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, പാട്ട് ഇപ്പൊ എസ്തർകുട്ടി പാടും ഒന്ന് തിരിഞ്ഞു കാണിച്ചു കൊടുക്കണ. ഇത് നോക്കി, ഇത് ശരിക്കുള്ള പൂവാ. ഓണമായ പോലെ തോന്നി എനിക്ക്. എത്ര സമയം എടുത്തു ഇങ്ങനെ? കുറച്ച് ഇത് അനുഷ്കയുടെ അമ്മയാണോ തയ്ച്ചത്? എനിക്ക് ഈ പ്ലേറ്റ് കാണുമ്പോ ഇപ്പൊ തോന്നുന്നു. പ്ലേറ്റ് കാണുമ്പോ മനസ്സിലാവണുണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാന്നുള്ള പ്ലീറ്റ്സ് ഇല്ലേ, അത് അത്ര ഭംഗിയിലിടുന്നത് അനുഷ്കയുടെ അമ്മയാണ്. യെസ്, അപ്പൊ മിടുക്കായിട്ട് പാട്. ഓക്കെ, സെക്കൻഡ് പെർഫോമൻസ് ഇൻ യുവർ ക്വാർട്ടർ ഫൈനൽ. യെസ്, ഓൾ ദി ബെസ്റ്റ്. ഈ സിനിമ ഏത് സിനിമയാണ്? പഞ്ചവൻകാട്. പഞ്ചവൻ, അതാണ് സിനിമയുടെ പേര്. ഇതിലാണ് രാജശില്പി എന്നുള്ള പാട്ടുള്ളത്. കള്ളിപ്പാലകൾ പൂത്ത് എന്നുള്ള പാട്ട്, മന്മഥ പൗർണമി, ഇതല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ആണ്. എല്ലാം ഉഗ്രം പാട്ടുകളാണ്. അതുപോലെ തന്നെ ഈ ശ്രീ പാർവതിയും. ശരിക്കും ശ്രീ പാർവതിയെ പോലെ ഉണ്ടോ? ഒരു സംശയമുണ്ട് കേട്ടോ. മോഡേൺ ശ്രീ പാർവതി ഉണ്ട്. പാർവതി വിത്ത് 4-5 kilos ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് എസ്തർ. താങ്ക് യു. യെസ്, നമ്മുടെ എസ്തർ കുട്ടി പാട്ട് പാടാൻ പോവാണ്. എല്ലാ പ്രേക്ഷകരും താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് എസ്തർ കുട്ടിക്ക് വോട്ട് ചെയ്യുക. ആൻഡ് എസ്തർ കുട്ടി, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പൊയ്കയിലിറങ്ങി. ഒരു നാൾ ധനുമാസ പൊയ്കയിലിറങ്ങി.
ആഹാ മിടുക്കി. എസ്തർ കുട്ടാ, എന്തോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. ഇന്നത്തെ ശബ്ദം ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു എസ്പെഷ്യലി ആ ഹൈ പാടുന്നില്ലേ, ആ ഹൈ പാടുന്ന പോർഷനിൽ എന്താ പറയാ, ഇങ്ങനെ വെട്ടിമുറിച്ച് ഇങ്ങനെ വരിക ശബ്ദം, ഇങ്ങനെ ഒന്നിനും എന്നെ തടുക്കാനാവില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ് ആ ശബ്ദം ഇങ്ങനെ വരുന്നത് നമ്മുടെ അടുത്തേക്ക് കേട്ടോ. അത് ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു ചേച്ചി. ഓക്കെ, 2-3 സ്ഥലങ്ങളിൽ കുറെ ക്ലാരിറ്റി ഇഷ്യൂസ് വന്നിട്ടുണ്ട്. എസ്തറിന് തന്നെ അറിയായിരിക്കും ഏതായിരിക്കും. പല്ലവി. ധനുമാസ പൊയ്കയിലിറങ്ങി. ആ, അതെങ്ങനെയാ ആ, പാടുന്നേ? ആ. ആ, ധനുമാസ പൊയ്കയിലിറങ്ങി. ആ. ക്രിസ്പായിരിക്കണം അത്. പൊയ്കയിലിറങ്ങി. യെസ്, അത് ക്രിസ്പായിരിക്കണം എന്ന് മാത്രമല്ല, ഓരോ സമയം യു ഹാവ് ടു നെയിൽ ഇറ്റ്. അത് ഓരോ ചരണം കഴിഞ്ഞിട്ടും പിന്നെയും പല്ലവിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു സംഗതി കേൾക്കാനാണ് അവിടെ ഇരിക്കുന്നത്. അതായത് അതെങ്ങനെ പാടും, അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു കേൾക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ അത് അവിടെ ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ നമ്മൾ അത്രയും പാടിയതിന്റെ ആ ഒരു ഗുണം അവിടെ പോണ പോലത്തെ ഒരു ഫീല് വരും. ആ. മനസ്സിലായോ? അപ്പം എവറി ടൈം ഓരോ പ്രാവശ്യം ആ പൊയ്കയിൽ ഇറങ്ങി പാടുമ്പോഴും അത് അവിടെ നെയിൽ ചെയ്തിരിക്കണം. ഒരു ആണി എടുത്തിട്ട് പോണം. യെസ്, ക്രിസ്പായിരിക്കണം അവിടെ കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് പല്ലവിയിൽ എനിക്ക് തോന്നിയത്. പിന്നെ സഖി എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് ആദ്യത്തെ പ്രാവശ്യം പാർവതീന്റെ കേൾക്കുന്നില്ലായിരുന്നു എനിക്ക്. പിന്നെ ശരിയായി. ഓക്കെ, അതൊക്കെയാണ് പല്ലവിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ ചരണത്തിൽ എന്താണ് തോന്നിയത് എസ്തർ കുട്ടിക്ക് പാടി കഴിഞ്ഞപ്പോ? ക്ലാരിറ്റി കുറവ് വന്നിട്ടുണ്ടാവുക. ദേവിയെ പൊതിഞ്ഞു. കറക്റ്റ്, ആ ഒരു ഏരിയയിലാണ് ചരണങ്ങളിലെല്ലാം പ്രശ്നം. അതായത് ദേവിയെ പൊതിഞ്ഞു നിർത്തി, തിരുമിഴി കണ്ടു ദേവി പന്നകാഭരണനെ തിരിച്ചറിഞ്ഞു, അതുപോലെ നക്ഷത്രം ഉദിച്ചുയർന്നു. ഈ 3 സ്ഥലങ്ങളും, അതായത് ഐഡന്റിക്കൽ ആയിട്ട് എവിടെയൊക്കെ ആ സംഗതി വരുന്നുണ്ടോ അവിടെയൊക്കെ എസ്തറിന് അവിടെ ക്ലാരിറ്റി ലൂസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതും കൂടെ ഒന്ന് പാടി നോക്കാം നമുക്ക്. കുളിരോളങ്ങൾ ദേവിയെ പൊതിഞ്ഞു. ദേവിയെ പൊതിഞ്ഞു നിർത്തി. യെസ്, അത് ക്ലിയർ ആയിട്ട് വരണം. പ്രാക്ടീസ് കുറച്ച് കുറവുണ്ടോ എസ്തർ കുട്ടിക്ക്? ഇല്ല. ചെറിയൊരു ഉഴപ്പുണ്ടോ? ഉണ്ടോ? എനിക്കൊരു സംശയം. ഇല്ല, കാരണം എസ്തറിന് ഇത് പറ്റുന്നതാണ്, ഇത് കിട്ടും പാടാൻ വേണ്ടിട്ട്. പക്ഷെ എനിക്കൊരു സംശയം, വേണ്ടത്ര പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണോ ആ ഒരു കാര്യങ്ങളൊന്നും ക്ലാരിറ്റിയിൽ അത് വരാത്തത് എന്നൊരു ഡൗട്ട് ആയിരിക്കോ? ഇല്ല. യെസ്, മിടുക്കിയാണ് കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അപ്പൊ ഇന്ന് ഇത്രയും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഐ ക്യാൻ സേ ഇറ്റ് വാസ് എ ഗുഡ് അറ്റംപ്റ്റ് മൊത്തത്തിൽ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇനിയിപ്പോ ഇതന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇതൊക്കെ തന്നെ നോട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ പാട്ട് ഒരു ഭയങ്കര സുഖ കേൾക്കാം കേട്ടോ. എസ്തർ കുട്ടിയുടെ വോയിസിൽ കേട്ടപ്പോ എനിക്ക് മാധുരി അമ്മേനെയാണ് ഓർമ്മ വന്നത്. പാടിയത് സുശീല അമ്മയാണെങ്കിലും ശരിക്കും എനിക്ക് മാധുരി അമ്മേനെ വല്ലാതെ ഓർമ്മ വന്നു ഈ പാട്ടില്. അത് മാത്രമല്ല, കോറസിന്റെ ഒക്കെ കൂടെ ആ പാട്ട് വരുന്ന സമയത്ത് ആ പാട്ടിന്റെ ഒരു പ്രത്യേക സുഖമുണ്ട് അല്ലേ. നല്ലൊരു നമുക്ക് താളം ഇട്ട് പോവും. അത്രയും നല്ലൊരു സുഖമുള്ള ഒരു നൊസ്റ്റാൾജിക് സോങ്. നന്നായി പാടി മോള് കേട്ടോ. ഈ ആര്യ കുട്ടിയും പറഞ്ഞു അതൊക്കെ. ഇനിയിപ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഐ ഹവ് റിട്ടേൺ ഡൗൺ ദ സെയിം തിങ്. സോ ഫിനിഷിങ് ഓരോ പല്ലവിയുടെ എൻഡിങ്ങും അനുപല്ലവി ഈ ചരണത്തിൻ്റെ ഒക്കെ എൻഡിലുള്ള ആ ലൈനിലാണ് ക്ലാരിറ്റി കുറവ് വന്നത്. അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് റൗണ്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആക്കുക. കുറച്ചുകൂടി അല്ല, ഒരു 100% ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇടമുണ്ട്. തിരുമിഴി കണ്ട് ദേവി എന്ന് പാടിയില്ലേ, അപ്പോഴത്തേക്ക് ഉടനെ കണ്ണിലില്ലേ ഒരു എക്സ്പ്രഷൻ. പിന്നെ ഒരു മുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ആക്കിണ്ടായിരുന്നല്ലോ, ഇങ്ങനെ കാർഗോന്തൽ. അപ്പൊ ധനുമാസായി കുട്ടി അല്ലേ, തിരുവാതിരയാണല്ലേ കുട്ടി. ആ, അതാണ് ചേട്ടൻ പറഞ്ഞ പോലെ ഇത് കേൾക്കാൻ രസമുള്ള ഒരു പാട്ടാണ്. നല്ലൊരു പിന്നെ മാത്രമല്ല അതിന്റെ രാഗം ബിലഹരി, ട്രഡീഷണൽ ഒരു സംഭവം. ട്രഡീഷൻ കോറസോട് കേൾക്കുമ്പോഴേ പ്രത്യേക രസമാണ്. പാർവണേന്ദു മുഖി പാർവതി ഗിരീശ്വരന്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു എന്നുള്ള പാട്ടല്ലേ, അതുപോലെ തിരുവാതിരയുടെ പാട്ടാണ്. തിരുവാതിരയുടെ പാട്ടുകളൊക്കെ ഇതുപോലെ വളരെയധികം നമുക്ക് മനസ്സിന് സന്തോഷവും ഉള്ളിൽ നിന്നുള്ള സൗന്ദര്യം കൊണ്ടിരുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിരുന്നു. പക്ഷെ പാട്ട് പാടിയതിൽ എനിക്കെന്ന് വെച്ചാൽ രാഗഛായ ഇല്ലാത്ത പോലെ തോന്നി. അതിന്റെ കാരണം ഈ രാഗം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്, അത്രേ ഉള്ളൂ. അത് എസ്തർ കുട്ടിയുടെ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. മോള് പഠിച്ചിട്ടുണ്ടാവല്ലോ അല്ലെ, ബിലഹരി ഒക്കെ പഠിച്ചിട്ടില്ലേ?
പഠിക്കുന്നില്ലേ പാട്ട്? പഠിക്കുന്നുണ്ട് രാര വേണു ഗോപാല ഒന്നും പഠിച്ചിട്ടില്ല? ഇല്ല. അത് പഠിച്ചിട്ടില്ലേ? ഇല്ല. അങ്ങനെയുള്ളതൊക്കെ പഠിച്ചാൽ മതി. പഠിക്കുമ്പോഴത്തേക്കും ബിലഹരി രാഗം ഇനീഷ്യൽ അറിയാൻ പറ്റും. ക്ലാസ്സസിൽ കിട്ടുന്നതാണ് ആക്കാം. പക്ഷെ ഇനീഷ്യൽ ക്ലാസ് കൊണ്ട് മാത്രം ഇതിൽ ഇനീഷ്യൽ ഇടാൻ പറ്റൂല. കാരണം ബിലഹരിയുടെ കുറെ ഈ പൊയ്കയിൽ എന്ന് പാടിയ ആ സംഗതി തന്നെ ദേവൻ മാസ്റ്റർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബിലഹരിയെ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്തരം പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കണം നമുക്കതൊക്കെ പാടാൻ പറ്റുമോ എന്നുള്ളത്. കാരണം എസ്തർ കൂടി പഠിക്കാത്തതുകൊണ്ടാണ്. അത്തരം റിസ്കുകൾ എടുക്കാതിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലിനൊക്കെ ഏറ്റവും നല്ല ഒരു പരിപാടി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോരോ സഖിമാരകന്നു മുഖം കുനിച്ചു ദേവി അവിടെയൊക്കെ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓരോരോ സഖിമാരകന്നു മുഖം കുനിച്ചു ദേവി കാരണി കൂട്ടകണ്ണുമാർ മറച്ചു. ഓരോരോ സഖിമാരകന്നു മുഖം കുനിച്ചു ദേവി കാരണി കൂട്ടകണ്ണുമാർ മറച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്രുതി പോയിട്ടുണ്ട്. തിരുമാറിലെ യുത്തിരിയ തുകിൽ അതിലൊക്കെ ശ്രുതി പോയി. അങ്ങനെയുള്ള ശ്രുതി പോയ ഇടയ്ക്കിടയ്ക്ക് പോയിട്ടുണ്ട്. ശ്രുതിയെ തിരിച്ചു പിടിക്കണം, ബിലഹരിയുടെ സംഗതിയെ തിരിച്ചു പിടിക്കണം. അപ്പൊ നമുക്ക് ഈ പാട്ടിനെ തിരിച്ചു പിടിക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞല്ല സെറ്റല്ലേ? ഇനി നമുക്ക് ഒറ്റ പെർഫോമൻസും കൂടി ബാക്കിയുള്ളൂ. അപ്പൊ ഇതൊക്കെ ഓർത്തിരുന്ന് നമ്മൾ തകർക്കണേ. അതെ, യെസ്. അപ്പൊ ക്വാർട്ടർ ഫൈനലില് എസ്തർ കുട്ടിയുടെ രണ്ടാമത്തെ പെർഫോമൻസിന് ഇന്ന് കിട്ടുന്ന മാർക്ക് 96 out of 100 for എസ്തർ കുട്ടൻ. രൂപിണി ശ്രീപാർവതി സഖിമാരുമൊരുമിച്ച് പള്ളിനിരാട്ടിന് ധനുമാസ പൊയ്കയിലിറങ്ങി. ഒരു നാൾ ധനുമാസ പൊയ്കയിലിറങ്ങി. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഫൈനൽ പാട്ടിലായിരിക്കും, ക്വാർട്ടർ ഫൈനലിന്റെ അല്ലേ? ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. Good night. Ta-ta. ഉണ്ണിയങ്കിൾ ഇപ്പൊ എന്തെങ്കിലും ഒരു ആത്മകഥം പറഞ്ഞായിരുന്നോ? യെസ്. എന്തായിരുന്നു അത്? ആലോചിച്ച് നോക്ക് എന്തായിരിക്കും. ഇത് ആരാ ഈ പാട്ട് പാടാൻ പോകുന്നേ? അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ഇത് കലക്കുമല്ലോ എന്ന് പറഞ്ഞില്ലേ? അതും പറഞ്ഞു. അത് ഉണ്ണിയങ്കളുടെ അങ്ങനെ നമുക്കങ്ങനെ തോന്നും. ചില ആൾക്കാർ വന്ന് ഇന്ന പാട്ടാ പാടാൻ പോകുന്നതെന്ന് അറിയുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരു വലിയ എക്സൈറ്റ്മെന്റും കൊണ്ടാണ് ഒരാള് വരാൻ പോകുന്നത്. ക്വാർട്ടർ ഫൈനലിലെ സെക്കൻഡ് സോങ് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ശിവകാമി എത്തുകയാണ്. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. ശിവകാമി 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 ശിവകാമി. ഓ ഗ്രാൻഡ്. ആഹാ, എന്തൊരു ചുന്ദരി കുട്ടിയായിട്ടാ വന്നിരിക്കണേ. കൈ നിറച്ചും വളയൊക്കെ. തിരിഞ്ഞേ നോക്കട്ടെ, പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ഹായ്. ആഹാ, ഇതുവഴി ഗുരുവായൂർ പോവാണോ? വേണേ ഒന്ന് കൊണ്ടുപോയി. ഇങ്ങനെ തന്നെ കണ്ണിന് കാണുമ്പോ എന്തോ ഒരു ഇഷ്ടപ്പെടും നമ്മുടെ ശിവകാംസിനെ. ഉണ്ണിമായ. ആ, അങ്ങനെ തന്നെ ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ ഒരു കേട്ടാ. ആ, ഇത്രയും ദിവസം ഇവിടെ വന്നതില് ഇത്ര ഐശ്വര്യമായിട്ട് എനിക്ക് ഇപ്പോഴാണ് തോന്നി. എപ്പോഴും ചുന്ദരിയാണ്, പക്ഷെ ഐശ്വര്യം കൂടെ ചേർന്ന് എന്തോ ഒരു സംഭവം ഇന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗി. പ്രത്യേക ഭംഗി. അപ്പൊ ഏതാണ് പാട്ട്? ഗുരുവായൂരമ്പലനടയിൽ. ഞാൻ പറഞ്ഞില്ലേ ഗുരുവായൂർ ഓടേണ്ട പാട്ട്. ഓക്കെ, പാടിക്കോട്ടോ. സൂപ്പർ സോങ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ശിവകാമി കുട്ടി. ശിവകാമി കുട്ടി പാടാൻ പോവാണ്. നമ്മുടെ എല്ലാ പ്രേക്ഷകരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാ. ഓൾ ദി ബെസ്റ്റ്. ഗുരു
അമ്മോ മിടുക്കി മിടുക്കി. മിനുട്ടാ, ഇത് അത്ഭുതമല്ലേ? നമുക്ക് ഗുരുവായൂര് പോകാതെ അവിടെ പോകാൻ പറ്റുന്ന മനസ്സിലായില്ലേ? മനസ്സിലായി. അതാണ് മ്യൂസിക്കിലൂടെ നമ്മളെ അവിടെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. ആരാണ്? JR ശിവകാമി. നാളെ വലിയ 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 ഒരു തരംഗമായിട്ട് മാറാൻ പോകുന്ന വലിയൊരു പ്രതിഭയാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ കുഞ്ഞായിട്ട് നിൽക്കണേ. ആ കണ്ണന്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ കുഞ്ഞിനുണ്ടാവട്ടെ. മേൽപ്പത്തൂര് പറയുന്ന പോലെ അവിടെ അഗ്രേ പശ്യാമി, ഞാൻ കാണുന്നു തേജോ, ആ തേജസ്, നിപിട തര കലായാവലീ ലോഭനീയം, ഇടതൂർന്ന് നിൽക്കുന്ന കായാമ്പൂക്കളുടെ സൗന്ദര്യം അവിടെ കാണാം. പീയൂഷാപ്ലാവിദോഹം, അമൃതം പോലെയുള്ള ആഹ്ലാദമുണ്ടാവുന്നു. തദനു തതുതരേ ദിവ്യ കൈശോരവേഷം, ആ കൈശോരവേഷം അവിടെ നടുക്ക് കാണുന്നു. താരുണ്യാരംഭരമ്യം, യൗവനയുക്തനായിട്ടുള്ള ആ കണ്ണനെ അവിടെ കാണുന്നു. താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദ രോമാഞ്ചിതാംഗൈരാവീതം, പരമസുഖ രസത്തിന്റെ അതിൻ്റെ ആസ്വാദനത്തിന്റെ രോമാഞ്ചം ഇത് കാണുമ്പോൾ ഉണ്ടാവുന്നു. ആവീതം നാരദാദ്യർ, നാരദനും മറ്റുള്ളവരും ഒക്കെ ഇങ്ങനെ മുഴുവനുമായിട്ട് ഇങ്ങനെ കൂടെയുണ്ട് എന്നുള്ളതാണ്. വിലസതുപനിഷത് സുന്ദരി മണ്ഡലൈശ്ച, സുന്ദരിമാരായ രാധമാരും അവിടെയുണ്ട്. ഇതാണ് മേൽപ്പത്തൂർ കാണുന്നത്. ഗുരുവായൂരിൽ ഭഗവാനെ കാണുമ്പോഴത്തേക്ക് മേൽപ്പത്തൂർ കാണുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാന് വേണ്ടി പാടുമ്പോഴത്തേക്കുണ്ടല്ലോ ബാറ്ററി ചാർജ് ചെയ്യും. അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ഗുരുവായൂർ പോകുന്ന അങ്ങനെയാണ്. എൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നതൊക്കെ ഗുരുവായൂരാണ്. അവിടെ പോയിട്ട് ആ ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നും, ജയചന്ദ്ര ഇനിയും നടക്കാനുണ്ടെന്ന്. അപ്പോൾ നടക്കൂല എന്ന് തോന്നുന്ന ആളെ നടത്തിക്കുന്ന ആൾ ആരാണ്? കണ്ണനാണ്. അതുപോലെ ഈ പാട്ട്, ഈ കുഞ്ഞിൻ്റെ പാട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് അവിടുന്നാണ് അല്ലേ? അപ്പോൾ ഗുരുവായൂർ ഇടയ്ക്ക് പോറുണ്ടോ? പോയിട്ടില്ലേ? പോയിട്ടില്ല. ആ നമുക്ക് പോകണം കേട്ടാ. ശിവകാമി കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകും ഗുരുവായൂർ. എടാ നമുക്ക് ഒന്നിച്ച് പോവാട്ടോ, എല്ലാവരും ഒന്നിച്ച് നമുക്ക് പോവാട്ടോ. ദ്വിതീയടുത്തും പറഞ്ഞിട്ടുണ്ടെന്ന് കൃഷ്ണനാട്ടം കാണിക്കാന്ന്. രണ്ടുപേരും കൂടെ ചേർത്ത് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ദിവസം അമ്പലപ്പുഴ പാൽപ്പായസം വരുന്നുണ്ട് ഇവിടെ. അപ്പൊ എല്ലാ കണ്ണന്റെ കളികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ കേട്ടോ. എനിക്ക് തോന്നിയത് അനുപല്ലവി 2 ചരണങ്ങൾ ഒക്കെ കുഞ്ഞ് വളരെയധികം ശ്രദ്ധയോടെ പാടിയിട്ടുണ്ട്. ഫസ്റ്റ് പല്ലവിയിൽ എന്തോ ശ്രുതി ചേരാത്ത പോലെ ഒരു ഭാവം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് ഷാർപ്പ് ആവാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞൊന്ന് അതിലോട്ടൊന്ന് സെറ്റിലായതാണ് ഓമൽ ചൊടികൾ ചുംബിക്കും എന്നുള്ള ആ സംഗതികളൊക്കെ നന്നായിട്ട് പാടി കേട്ടോ. മേളില് ഹയർ ഒക്ടീവ് വേണുനാഥം കേൾക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഗുരുവായൂരെത്തിയ പോലെ. ഞാനതിൽ അലിഞ്ഞില്ലാതാകും, ഗാനമായി തീരും, ശ്രീകൃഷ്ണ ഗാനമായി തീരും. ഇത് എഴുതിയിരിക്കുന്നത് വയലാർ സാറാണ് മീനുകുട്ട. ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദേവരാം മാസ്റ്ററാണ്. ദേവരാം മാസ്റ്ററും വയലാർ സാറും കൂടെ ചെയ്ത പാട്ടുകൾ, ഇത്തരത്തിലുള്ള ഡിവോഷണലുകൾ, ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്നുള്ള പാട്ട്, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്നുള്ള പാട്ട്, അല്ലെങ്കിൽ വേറൊരു തലത്തിലെടുക്കുകയാണെങ്കിൽ നിത്യവിശുദ്ധയാം കന്യാമറിയമേ എന്നുള്ള പാട്ട്. പല മതങ്ങളിലും പല രീതികളിലും അതിൻ്റെ ഡിവോഷനോട് കൂടി തന്നെ അവർ രണ്ടും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതും ഒരു ഗ്രേറ്റ്നെസ് ആണ്. അപ്പോൾ ആ ഗ്രേറ്റ്നെസ്സും കൂടിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ പാട്ട് പാടുമ്പോൾ. നമ്മൾ ആദ്യം പല്ലവി തുടങ്ങുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഒന്നുകൂടെ ശ്രദ്ധിക്കണം. പറഞ്ഞാൽ തുടക്കം നന്നായാൽ എല്ലാം ബെസ്റ്റ് ആയിരിക്കുന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ കേട്ടോ. ആ ഇംപ്രഷനിലേക്ക് എത്തണം കേട്ടോ. പിന്നെ അവസാനം പല്ലവിയിലെ ദാസാറിൻ്റെ വക കുറെ ഉഗ്ര സംഗതികളുണ്ട്. അതിൽ ഒരു സംഗതി മാത്രം സ്ലിപ്പായി പോയി. മറ്റതൊക്കെ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. ശരിക്കും ശിവകാമി കുഞ്ഞ് ഇങ്ങനെ ഇത് പാടിയെന്ന്. ശരിക്കും അതൊന്ന് പാടിക്കപ്പിക്കാമോ? ഗുരുവായൂരമ്പലനടയിൽ
ഗോപകുമാരനെ കാണും ഞാൻ ഗോപകുമാരനെ കാണും. ആ ആദ്യത്തെ സംഗതി ഇപ്പോഴും സ്ലിപ്പായിട്ടുണ്ടേ, ഒന്നുകൂടെ കേട്ട് അത് പഠിക്കണം. ബാക്കി രണ്ടും ഒറിജിനൽ പാടിയപ്പോ നന്നായിരുന്നു. ശരിക്കും ആ അത് ശരിക്കും അവിടെ എത്തിയിരുന്നു കേട്ടാ. അപ്പൊ കണ്ണൻ വന്ന് അവിടെ കൈ പിടിച്ചേട്ടാ, എന്നിട്ട് പറഞ്ഞു കുഞ്ഞെ പാടിക്കോ, അവിടെ പാടുകയും ചെയ്തു. അപ്പൊ ആ ആദ്യത്തെ സംഗതി മാത്രം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അത് യേശുദാസ് സാറിനെ പോലെ അദ്ദേഹത്തിന് മാത്രമേ പാടാൻ പറ്റുള്ളൂ. ഇപ്പൊ കുഞ്ഞത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ലേ, അത് തന്നെ ഗ്രേറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഗംഭീരമായിട്ട് പാടി കേട്ടോ. അതായത് ശരിക്കും ഗുരുവായൂർ ഞാനൊക്കെ പോയിട്ടിപ്പോൾ ഞാൻ ഗുരുവായൂരുകാരനാണ്. പക്ഷെ ഗുരുവായൂർ ഞാൻ പോയിട്ടിപ്പോൾ ഒരു 3-4 മാസമായി. ശരിക്കും ഞാൻ ആ ചിന്തയിലായിരുന്നു. അവിടെ ഇരുന്ന് ശരിക്കും ആ വിഗ്രഹം കാണുന്ന മാതിരി ഒരു പ്രതീതി ഉണ്ടാക്കി മോള്. ഭയങ്കര സുഖമായിരുന്നു മോളെ. ത്രൂ ഔട്ട് സോങ് നല്ല ശ്രദ്ധയോടുകൂടി പാടി മോള്. ലാസ്റ്റ് സംഗതി മിസ്സായത് അത് അത്ഭുതപ്പെടാനില്ല. അത് ദാസേട്ടനത് അതിൽ മേതഞ്ഞി പാടാൻ പറ്റില്ല, അത്രയും അൾട്ടിമേറ്റ് ആയിട്ട് പാടി വെച്ചിരിക്കുകയാണത്. ഒരു ചുളിവില് പാടുക എന്നല്ലാണ്ട് അത് കറക്റ്റായിട്ട് പാടുക എന്നുള്ളത് അസാധ്യമായിട്ടൊരു സാധനം. അത് എക്സ്ക്യൂസ്ഡ് ആണ്. ഓക്കെ, ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് പാടി. ഒരു ഡിവൈൻ മൂഡ് ഉണ്ടാക്കി മോളിവിടെ, ഡിവിനിറ്റി ഉണ്ടായിരുന്നു ഗംഭീരമായിട്ട്. ഓക്കെ, നമ്മളെ ശിവകാമിക്കുട്ടി വരുമ്പോൾ എപ്പോഴും അത് എക്സ്പെക്ട് ചെയ്യും. ഇന്നും അതുണ്ടായി. ഓൾ ദി ബെസ്റ്റ് വിഷസ് മോളെ. ഗോഡ് ബ്ലെസ് യു. ശരിക്കും ബ്ലെസ്ഡ് ആണ് ശിവകാമി കുട്ടി, ശരിക്കും ബ്ലെസ്ഡ് ആണ്. അല്ലാതെ ഈ പാട്ടൊന്നും ഇതുപോലെ ഇങ്ങനെ പാടാൻ പറ്റില്ല. എസ്പെഷ്യലി അവസാനത്തെ ആ പല്ലവി പാടാനേ പറ്റില്ല, തൊടാൻ പറ്റില്ല അത്. പക്ഷെ ശിവകാമി കുട്ടിക്ക് അത് ആവുന്നുണ്ട്. അത് ഈ ബ്ലെസ്സിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഗ്രേസ് ആണ് അത്. ശരിക്കും ഒരുപാട് ടെക്നിക്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ, ഇത്ര ഡിവൈൻ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് ഇതുപോലെ പാടി ഒപ്പിക്കാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമേ അല്ല. മിടുക്കിയായിട്ട് പാടി കേട്ടോ, സൂപ്പറായി പാടി. എനിക്ക് ആകെ കുഞ്ഞിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ചില സ്ഥലത്ത് ഇങ്ങനെ ബ്രെത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു ചരണങ്ങളിലൊക്കെ. പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെയാണ് അത് ഓൾറെഡി പാടി വെച്ചേക്കുന്നത്. അപ്പൊ അത് ഈ പ്രായത്തിൽ ഇതുപോലെ പാടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് അവിടെ ബ്രെത്ത് പോവും. പിന്നെ ഒന്നും പറയാനില്ല വേറെ കേട്ടോ. മിടുക്കിയായിട്ട് പാടി. ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, എന്റെ വിസ്താര വാസ് ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടി കേട്ടോ. മിടുക്കിയായിട്ട് പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ശിവകാമി കുഞ്ഞേ, ഇന്നത്തെ മാർക്ക് പറയട്ടെ. അപ്പൊ ക്വാർട്ടർ ഫൈനലിലെ രണ്ടാമത്തെ പെർഫോമൻസിന് നമ്മുടെ ശിവകാമി കുഞ്ഞിന് കിട്ടുന്ന മാർക്ക് 98 ഔട്ട് ഓഫ് 100. അപ്പൊ ശിവകാമിക്കുട്ടി, ഇനി നമുക്ക് ഒരു പാട്ടും കൂടെ ബാക്കിയുണ്ടല്ലേ, അത് ഇതുപോലെ തന്നെ സൂപ്പർ ആക്കണം. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. ബൈ. ഗുരുവായൂരമ്പലത്തിൽ പോണ്ടേ നമുക്ക്? എം ജങ്ങൾ കൊണ്ടുപോകും. ബൈ, ഗുഡ് നൈറ്റ്.